السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, എല്ലാവരിലും അള്ളാഹുവിന്റെ രക്ഷയും കരുണയും സദാ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച മൂസാ നബിയും ഖിളുർ നബിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയുടെ فانطلقا حتى إذا ركبا في السفينة خرقها قال أخرقتها لتغرق أهلها لقد جئت شيئا إمرا. ഈ ആയത്തിനെയാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ വിശദീകരിച്ചത്. അങ്ങനെ പ്രത്യക്ഷത്തില് ജിബിരീലിന്റെ സാന്നിധ്യത്തിന് പുറം അള്ളാഹുവിനോട് നേരിട്ട് സംവദിക്കുന്ന ഒരു പ്രവാചകനും, എന്നാല് ഇൽമിനപ്പുറം അതുപോലെ തന്നെ നേരിട്ടുള്ള മറ്റൊരു അറിവ് ലഭിച്ച ഒരു വ്യക്തിയും തമ്മിലുള്ള സംഭാഷണം, അവർക്ക് ലഭിക്കുന്ന വേറിട്ട ചില വിജ്ഞാനങ്ങൾ, അതിൽ ഇരുവരും തമ്മിലുള്ള സംസാരങ്ങളും രണ്ടുപേരും തമ്മിലുള്ള അഭിപ്രായ വിലാസങ്ങൾ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും അതിനെ പരസ്പരം മാനിച്ചും ബഹുമാനിച്ചും കൊണ്ടുള്ള സഞ്ചാരം, യാത്ര. അതിൽ ഒന്നാമതായിട്ട് മൂസാ നബി അലൈഹിസ്സലാം സമ്മതിച്ചതിനനുസരിച്ച്, ഞാൻ ക്ഷമിച്ചു കൊള്ളാം എന്ന് പറഞ്ഞതിനനുസരിച്ച് ഖിളുർ, സ്വാലിഹായ ആ മഹാമനുഷ്യൻ പ്രവാചകനായ മൂസാ നബി അലൈഹി സ്വലാമിനെ കൂടെ കൂട്ടുകയും അവര് അങ്ങനെ യാത്ര പുറപ്പെടുകയും, അതില് ഒന്നാം ഘട്ടം തന്നെ മൂസാ നബി അലൈഹി സ്വലാം തന്റെ വാഗ്ദാനം താൻ പറഞ്ഞതിൽ നിന്ന് ചെറിയ വ്യതിചലനം മൂസാ നബിയിൽ നിന്ന് സംഭവിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും പുറപ്പെട്ടു. ഹത്താ ഇദാ റകിബ ഫി സഫീനത്തി, അവര് ഇരുവരും അവിടെ ഉണ്ടായിരുന്ന ഒരു കപ്പലിൽ കയറി. ഖറഖഹ, ഉടനെ തന്നെ ഖിളുർ അലൈഹിസ്സലാം കേടുവരുത്തി. മൂസാ നബി ഖാല അഖറഖ്തഹ ലിതുഗ്രിഖ അഹ്ലഹ, ഉടനെ ചോദിച്ചു, ഒരു അഹ്കാം കൈകാര്യം ചെയ്യുന്ന പ്രവാചകൻ എന്നുള്ള നിലക്ക്, ശരീഅത്ത് കൈകാര്യം ചെയ്യുന്ന പ്രവാചകൻ എന്ന നിലക്ക്, ഓ നീ അത് കേടുവരുത്തിയല്ലേ, ലി തുഗ്രിഖ അഹ്ലഹ, അതിലെ ആളുകളെ നശിപ്പിക്കുവാനായി, ലഖദ് ജിഅ്ത ശൈഅൻ ഇംറ, അങ്ങ് വലിയൊരു കുറ്റകൃത്യമാണ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രവൃത്തിയെ മൂസാ നബി ഉടനെ ചോദ്യം ചെയ്യുക. അപ്പൊ ഓൾറെഡി ഖിളുർ നബി പറഞ്ഞിട്ടുണ്ട്, എന്നോട് നിങ്ങളൊന്നും ചോദിക്കരുത്, നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയില്ല. അപ്പോ എന്റെയും നിങ്ങളുടെയും ആ രണ്ട് തലത്തിലുള്ള അറിവ്, ആ അറിവിനെ നിങ്ങൾക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അത് താങ്ങുവാനോ അത് ഉൾക്കൊള്ളുവാനോ ക്ഷമാപൂർവം അതിനോട് സഹകരിക്കുവാനോ അങ്ങേക്ക് സാധ്യമല്ല എന്ന് മൂസാ നബി ഖിളുർ നബിയോട് പറഞ്ഞതിനെ ഖിളുർ നബി വീണ്ടും ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ്. ഖാല അലം അഖുൽ ഇന്നക ലൻ തസ്തതിയ മഅയ സബ്ര, ഞാൻ അങ്ങയോട് പറഞ്ഞില്ലേ അങ്ങേക്ക് എന്നോടൊപ്പം ക്ഷമാപൂർവം ഈ വിഷയത്തിൽ സഹകരിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞില്ലേ എന്ന് മൂസാ നബിയോട് ഖിദർ എന്ന ഈ മഹാമനുഷ്യൻ, സ്വാലിഹായ മനുഷ്യൻ അത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറയാൻ. കാല മൂസാ നബി പറഞ്ഞു, ലാ തുആഖിദ്നി ബിമാ നസീതു, ഓ ഞാൻ മറന്ന വിഷയത്തിൽ അങ്ങ് എന്നെ ശിക്ഷിക്കരുത്. വലാ തുർഹിഖ്നി മിൻ അംരി ഉസ്ര, എന്റെ കാര്യത്തിൽ വിഷമകരമായ യാതൊന്നിനും താങ്കള് എന്നെ നിർബന്ധിക്കരുത്, അഥവാ അങ്ങ് പൊയ്ക്കോളൂ, തിരിച്ചു പൊയ്ക്കോളൂ എന്ന് പറയരുത് എന്നാണ് അതിന്റെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം. അങ്ങയോടൊപ്പം എനിക്ക് സഞ്ചരിക്കണം, തെറ്റുപറ്റിപ്പോയി, അപ്പോ എനിക്ക് വേദന ഉണ്ടാക്കുന്ന, എനിക്ക് വിഷമകരമായിട്ട് മാറുന്ന രൂപത്തിലുള്ള ഒന്ന് അങ്ങ് എന്നോട് കാണിക്കരുത്, അഥവാ തിരിച്ചു പോകാൻ എന്നോട് പറയരുത്, അല്ലെങ്കിൽ ഇവിടെ വെച്ച് നമ്മുടെ ഈ യാത്ര അവസാനിപ്പിക്കരുത് എന്ന് മൂസാ നബി പറയാണ്. അങ്ങനെ മൂസാ നബി ക്ഷമാപണ നടത്തുന്നു. രണ്ടുപേരും വീണ്ടും യാത്ര തുടരുകയാണ്. അവിടുന്നാണ് വീണ്ടും നമ്മുടെ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നമ്മുടെ ചർച്ച തുടങ്ങുന്നത്. അങ്ങനെ ഫൻതലഖ, ഇവർ രണ്ടുപേരും പുറപ്പെട്ടു. ഹത്താ ഇദാ ലഖിയ ഗുലാമൻ,
ഒരു കുട്ടിയെ ഇവർ കണ്ടു. ഫഖതലഹു, ഉടനെ തന്നെ ഖിദർ നബി മൂസാ നബിയുടെ മുമ്പിൽ വെച്ച് ആ കുഞ്ഞിനെ അങ്ങ് കൊന്നുകളഞ്ഞു. അത് സഹിക്കാൻ കഴിയുന്നതിനപ്പുറമുള്ള ഒരു വിഷയമായതുകൊണ്ട് ഒരു ശരീഅത്ത് കൈകാര്യം ചെയ്യുന്ന ഒരു പ്രവാചകൻ എന്നുള്ള നിലക്കും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പെടുന്നനെ മൂസാ നബിയുടെ ഉള്ളിലുള്ള ആ ശരീഅത്തിനെ കുറിച്ചുള്ള ബോധം, ഈയത്തൻ, ഒരു ശുദ്ധ കുഞ്ഞിനെ, ഒന്നും ചെയ്യാത്തൊരു പാവം കുഞ്ഞിനെ അങ്ങ് കൊന്നുവല്ലേ, ബിഗൈരി നഫ്സിൻ, അഥവാ മറ്റൊരാൾക്ക് പകരമായിട്ടല്ലാതെ അങ്ങ് ഒരു നല്ലൊരു കുഞ്ഞിനെ കൊന്നുവല്ലേ, ഒരു പാപവും ചെയ്യാത്തൊരു കുഞ്ഞിനെ കൊന്നുവല്ലേ എന്ന് ഉടനെ പ്രതികരിക്കുകയാണ്. ലഖദ് ജിഇത ശൈഅൻ നുക്റ, അങ്ങ് വളരെ ഒരു നിഷേധാത്മക പ്രവൃത്തിയാണ് അങ്ങ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ രണ്ട് തരത്തിലുള്ള പ്രയോഗമാണ് മൂസാ നബി രണ്ട് പ്രവൃത്തിയോട് സ്വീകരിക്കുന്നത്. ഒന്ന് ഷൈഅൻ ഇംറ എന്ന് പറയാം, വലിയൊരു ഗുരുതരമായ ഒരു പ്രശ്നമാണ് അങ്ങ് നടത്തിയിട്ടുള്ളത്. മറ്റൊരു സ്ഥലത്ത് ഷൈഅൻ നുക്ര, പ്രതിഷേധാർഹമായ, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു പ്രവൃത്തിയാണ് അങ്ങ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഒന്ന് ഷൈഅൻ ഇംറ എന്ന് പറഞ്ഞാല് അമ്രൻ അജീബൻ, വളരെ അത്ഭുതമുള്ള ഒരു പ്രവൃത്തി അങ്ങ് ചെയ്തിരിക്കുന്നു എന്നാണ്. ഷൈഅൻ നുക്ര എന്ന് പറഞ്ഞാൽ മുങ്കറൻ ലി അന്നൽ ജരീമത്തെ കബീറത്തുൻ, ഈ പാതകം വലിയൊരു പാതകാണ് എന്ന് മൂസാ നബി പറയുന്നത്. അപ്പൊ ഇവിടെ ഖാല ഖതൽത നഫ്സൻ സകിയത്തൻ, ഒരു സക്കിയായ എന്ന് പറഞ്ഞാൽ പിന്നെ സോഫിയത്തൻ, ഒരു ശുദ്ധ പ്രകൃതിയുള്ള ഒരു കുഞ്ഞിനെ, കുഞ്ഞുങ്ങളെല്ലാം ശുദ്ധ പ്രകൃതത്തിലാണ് എന്നാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. കാരണം ചെറുപ്രായത്തിൽ മരിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം സ്വർഗത്തിലാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല ഹദീസിലൂടെയും പഠിപ്പിക്കുന്നത്. ഒരു മനുഷ്യന്റെ ആഖിറത്തിലുള്ള അവന്റെ ഹിസാബ്, അവന്റെ വിവേകവും എല്ലാം പൂർണ്ണമായതിനു ശേഷം ഒന്നും റുഷ്ത് വന്നതിന് ശേഷങ്ങളിലാണ് മനുഷ്യൻ ചോദ്യം ചെയ്യപ്പെടുക എന്നെല്ലാമാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇവിടെ മൂസാ നബി ആ ഒരു സംഗതി ഇവിടെ എടുത്തു കാട്ടുന്നുണ്ട്. എന്താണ് നഫ്സൻ സക്കിയത്തൻ, അഥവാ ഒരു പാപരഹിതനായ ഒരു വലിയൊരു ഒരു കുറ്റമാണ് അങ്ങ് ചെയ്തിട്ടുള്ളത്. അപ്പോ ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ബിഗൈരി നഫ്സിൻ, മറ്റൊരാൾക്ക് പകരമായിട്ടാതെ അങ്ങ് കൊന്നു കളഞ്ഞുവല്ലേ. അതാണ് ശരീഅത്ത് കൈകാര്യം ചെയ്യുന്ന ഒരു പ്രവാചകൻ എന്നുള്ള നിലക്കുള്ള പ്രയോഗമാണ് മൂസാ നബി നടത്തുന്നത്. കാരണം സൂറത്ത് മാഇദയിലേക്ക് പോയി കഴിഞ്ഞാല് മൂസാ നബിക്ക് നൽകിയ വേദവും ആ വേദത്തിന്റെ പ്രത്യേകതയും പറഞ്ഞുകൊണ്ട് അള്ളാഹു നിലവിൽ ആ സമൂഹത്തിൽ സ്വീകരിക്കേണ്ട ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ സ്വീകരിക്കേണ്ട നിയമങ്ങളെ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ പോയി കഴിഞ്ഞാൽ ഇന്ന അൻസൽന തൗറാത്ത, നാം മൂസാ നബി തൗറാത്ത് നൽകി, ഫീഹ ഹുദൻ, അതിൽ മാർഗദർശനമുണ്ട്, വെളിച്ചമുണ്ട്, യഹ്കുമു ബിഹ നബിയുന ലദീന അസ്ലമു, അള്ളാഹുവിന് കീഴ്പ്പെട്ട സമർപ്പിതരായ പ്രവാചകന്മാർ ഇതുകൊണ്ട് വിധി പറയുമായിരുന്നു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു വന്ന് ആ ആയത്ത് പൂർണ്ണമാകുമ്പോഴേ ഒരു ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്കുള്ള നിയമങ്ങളെ അത് എങ്ങനെയാണ് അള്ളാഹു പഠിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനാണ് ഓരോ കുറ്റവുമുള്ള ഖിസാസ് എങ്ങനെയാണ് സംഭവിക്കുക, എങ്ങനെയാണ് ഖിസാസ് എടുക്കുക എന്ന വിഷയം പിന്നീട് അള്ളാഹു പറഞ്ഞു വെക്കുന്നുണ്ട്. അവിടെ ഒന്നാമതായിട്ട് പറഞ്ഞൊരു വിഷയമാണ്. അതുകൊണ്ടാണ് മൂസാ നബി ഗൗരവതരേനെ ആ വിഷയത്തോട് മൂസാ നബി പ്രതികരിക്കുന്നത്. എന്താണ് ആ വക്കത്തബിന അലൈഹിം, നാം അവർക്ക് നിർബന്ധമാക്കി, ഫീഹ ആ തൗറാത്തിൽ, എന്താണ് അന്ന നഫ്സ ബി നഫ്സി, ഒരാൾ ഒരു ദേഹത്തെ കൊന്നാൽ ആ ദേഹത്തിന് പകരമായി അയാളെ കൊല ചെയ്യപ്പെടും, അല്ലെങ്കിൽ അയാൾക്കെതിരിൽ നിയമ നടപടി സ്വീകരിക്കും. വൽ ഐന ബിൽ ഐനി, കണ്ണാണ് ഒരാള് നശിപ്പിച്ചതെങ്കിൽ അതിന് പകരം കണ്ണിനെ തന്നെ കണ്ണിൽ പ്രതിക്രിയ നടത്തും. വൽ അംഫ ബിൽ അംഫി, മൂക്കിന് പകരം മൂക്ക്. വൽ ഉദിന ബിൽ ഉദിനി, ചെവിക്ക് പകരം ചെവി. വസ്സിന്ന ബി സിന്നി,
പല്ലിന് പകരം പല്ല്. വൽ ജുറൂഹ ഖിസാസുൻ, അതുപോലെ തന്നെ മുറിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും അപായപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് തുല്യമായ നിയമ നടപടി. ഫമൻ തസദ്ദഖ ബിഹി ഫഹുവ കഫാറത്തുൽ ലഹു. ഇനി ആരെങ്കിലും ആ ഖിസാസിന് ആ വ്യക്തിക്ക് പുറത്തു കൊടുത്താൽ അത് അയാൾക്കുള്ള ഒരു പാപമോചനമായി മാറുന്ന ഒരു കർമ്മമായി തീരും എന്നെല്ലാം പറഞ്ഞിട്ട് വമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹ്, അള്ളാഹു ഇറക്കിയ ഈ നിയമം കൊണ്ട് വിധി പറയുന്നില്ലെങ്കിൽ ഫഉലൈക ഹുമുൽ ളാലിമൂൻ, അവർ അക്രമികളാണ്. അപ്പൊ മൂസാ നബി ശീലിച്ച ഒരു രീതിശാസ്ത്രമുണ്ട്. ഒരു വിഷയം കാണുമ്പോൾ, ഒരു പ്രശ്നം കാണുമ്പോൾ മൂസാ നബി പ്രതികരിക്കേണ്ട, അല്ലെങ്കിൽ ഒരു പ്രവാചകൻ എന്നുള്ള നിലക്ക് ഇടപെടേണ്ട അടിസ്ഥാനപരമായ വിഷയങ്ങൾ. അപ്പൊ അതിൽ തന്നെ വളരെ ഗുരുതരമായ ഒരു വിഷയമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഒരു കുഞ്ഞിനെ, ഒരു ശുദ്ധ പ്രകൃതക്കാരനായ ഒരു കുഞ്ഞിനെ കൊല്ലുകയാണല്ലോ. അതുകൊണ്ടാണ് ഖിയാമത്ത് നാൾ വരേക്കും ഇത് വായിക്കപ്പെടും. ആരാണിത് വായിക്കുന്നത്? സത്യവിശ്വാസികൾ മുഴുവനും, ലോകം മുഴുവനും ഇത് ഖിയാമത്ത് നാൾ വരേക്കും ഒരു കുഞ്ഞിനെ കൊന്ന സംഭവം വായിക്കുകയാണ്. ഒരു മനുഷ്യനെ, നിരപരാധിയായ മനുഷ്യരെ കൊല്ലാൻ പാടില്ല, വധിക്കാൻ പാടില്ല. എന്നാൽ ഇവിടെ ഒരു പ്രവാചകന്റെ മുമ്പിൽ നിയമത്തെക്കുറിച്ച് സംസാരിക്കുന്ന, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള പ്രതിഷേധാർഹമായ ഒരു വിഷയത്തെ മുമ്പിൽ വെച്ച് ചെയ്യുമ്പോൾ അതിനെതിരെ ഒരു നിയമ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രവാചകൻ എന്നുള്ള നിലക്ക് നിശബ്ദനായിരിക്കാൻ കഴിയാവുന്ന ഒരു പ്രവാചകനെ നമ്മളിവിടെ കാണുക. അപ്പോ കുഞ്ഞിനെ കൊന്ന വിഷയമുണ്ടല്ലോ ഖുർആനിൽ എന്ന് ചോദിക്കുമ്പോൾ, പ്രവാചകന്മാർ, നിയമം കൈകാര്യം ചെയ്യുന്ന ഒരു പ്രവാചകന്മാർ, അവർ ചെയ്ത വാഗ്ദാനം പോലും മറക്കുമാറുള്ള വളരെ ധൃതി പിടിച്ച ഇടപെടൽ അവിടെ നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിനർത്ഥം ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ പ്രവാചകന്മാരെ പിന്തുടരുന്നവരിൽ ഉണ്ടാവാൻ പാടില്ല എന്നുകൂടി അള്ളാഹു പറഞ്ഞു വെക്കുകയാണ്. കാരണം അദ്ദേഹം എന്നിൽ നിന്ന് ഒരു പിഴവും ഉണ്ടാകില്ല എന്ന് പറഞ്ഞിട്ട് അധികം സമയം കഴിഞ്ഞിട്ടില്ല. അതിന് മുമ്പേ വീണ്ടും താൻ നൽകിയ വാഗ്ദാനം ലംഘിക്കുകയും തന്നെ തന്നെ മറന്നുകൊണ്ട് ഒരു താൻ ലോകത്തെ തന്റെ ചുറ്റുപാടുകളെ പഠിപ്പിക്കുന്ന, ഒരു സമൂഹത്തെ പഠിപ്പിക്കുന്ന അടിസ്ഥാനപരമായ ഒരു ഹറാമായ ഒരു വിഷയം, നിഷിദ്ധമായ ഒരു വിഷയം ഒരു വ്യക്തിയിൽ കാണുമ്പോൾ, കുഞ്ഞിനെ കൊല്ലുക എന്നുള്ളൊരു വിഷയം കാണുമ്പോൾ, പ്രതിക്രിയ നടത്തേണ്ട ഒരു വിഷയം കാണുമ്പോൾ, ഉടനെ തന്നെ ഒരു ഖിസാസ് നടത്തേണ്ട വിഷയം കാണുമ്പോൾ ഉടനെ തന്നെ അതിൽ വളരെ ഗൗരവതരത്തിലുള്ള ഒരു സംസാരം മൂസാ നബി നമുക്ക് കാണാൻ കഴിയും. അപ്പോ അതിന്റെ ഗൗരവം പറയാണ്. ഇതിന് നിയമം സ്വീകരിക്കേണ്ടതിന്റെ ഒരു മാനദണ്ഡം കൂടി പറഞ്ഞു വെക്കുകയാണ്. അങ്ങ് ഒരു സക്കിയായ കുഞ്ഞിനെ കൊന്നിരിക്കുന്നു, ഒരു സോഫിയായ തോഹിറായ ഒരു കുഞ്ഞിനെ കൊന്നിരിക്കുന്നു. അങ്ങ് വല്ലാത്ത ഒരു അപകടകരമായ ഒരു കർമ്മമാണ് അങ്ങ് കൊണ്ടുവന്നിരിക്കുന്നത്, അങ്ങ് ചെയ്തിരിക്കുന്നത് എന്ന് പറയാം. ഉടനെ തന്നെ ഖിളർ അലൈഹിസ്സലാം അദ്ദേഹം വീണ്ടും ഉറപ്പിച്ച് പറയുകയാണ്, ഖാല അലം അഖുൽ ഇന്നക ലൻ തസ്തതിയ മഇയ സബ്റ. അങ്ങയോട് ഞാൻ പറഞ്ഞു, അങ്ങേക്ക് എന്റെ കൂടെ ക്ഷമിക്കുവാൻ കഴിയില്ല എന്ന് അങ്ങയോട് ഞാൻ പറഞ്ഞില്ലേ? അവിടെ മൂസാ നബി ഖിളർ നബിയോട് നടത്തുന്ന ഒരു മൂന്നാം ഘട്ട ഒരു മൂന്നാം തവണ വീണ്ടും ഖിളർ നബിയോട് സഅൽതുക അൻ ഷൈഇൻ, ഇനി നീ ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തിയെ കുറിച്ച് ഞാൻ ചോദിക്കുകയാണെങ്കിൽ, ബഅദഹ, ഇതിന് ശേഷം, ഈ സംഭവിച്ചതിന് ശേഷം ഇനി എന്തെങ്കിലും അങ്ങയോട് ഞാൻ ചോദിക്കുകയാണെങ്കിൽ, ഫലാ തുസാഹിബിനി, അങ്ങയോടൊപ്പം എന്നെ കൂട്ടേണ്ടതില്ല, അങ്ങേക്ക് ഈ സഹവാസം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. കാരണം കത് ബലഗ്ത മില്ലദുന്യ ഉദ്റ, കാരണം എന്നിൽ നിന്നും ന്യായമായ കാരണം താങ്കൾക്ക് ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ പൂർണ്ണമായിട്ടും അത് ലഭിക്കും. കാരണം ഇവിടെ ലഭിച്ചിരിക്കുന്നു, കത് ബലഗ്ത മില്ലദുന്യ ഉദ്റ, എന്നിൽ നിന്ന്
അങ്ങേക്ക് ന്യായമായ അങ്ങനെ എന്നെ ഒഴിവാക്കാൻ പറ്റിയ എല്ലാ കാരണങ്ങളും അങ്ങേക്ക് ആ സമയത്ത് ലഭിച്ചിരിക്കും, അല്ലെങ്കിൽ ലഭിച്ചിരിക്കുന്നു എന്ന് പറയാണ് മൂസാ നബി. ഇവിടെ ഒരു ശരീഅത്ത് കൈകാര്യം ചെയ്യുന്ന ഒരു പ്രവാചകന്റെ ഒരു വല്ലാത്തൊരു പ്രതിസന്ധിയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. കാരണം ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഖിളിർ നബി ആദിക്കേ പറയുന്നത് അങ്ങേക്ക് ക്ഷമിക്കാൻ പറ്റൂല. എന്നാൽ ഇവിടെ ഇടക്ക് രണ്ടുപേരും തമ്മിലുള്ള വാഗ്വാദങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ മൂസാ നബി അലൈഹിസ്സലാം ആ വ്യക്തിയിലുള്ള മറ്റൊരു കഴിവിനെ, തനിക്ക് ലഭിക്കുന്ന ഒന്നിനപ്പുറമുള്ള ഒരു ജ്ഞാനത്തെ, ഒരു ബോധനത്തെ പെട്ടെന്ന് തിരിച്ചറിയുന്നുണ്ട്. അവിടെ പെടുന്നനെ മൂസാ നബി വളരെ ഒരു ഒരു കൂളായ ഒരു അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അതിനോട് സമരസപ്പെട്ട് അദ്ദേഹത്തോടൊപ്പം വിനയപൂർവ്വം നിൽക്കുന്ന ഒരു അവസ്ഥാവിശേഷവും അതിന്റെ ഇടയിലുണ്ട്. അപ്പൊ ഒരു പ്രവാചകന്റെ മഹാപ്രതിസന്ധിയെ, ഒരു ശരീഅത്ത് കൈകാര്യം ചെയ്യുന്ന ഒരു പ്രവാചകന്റെ മുമ്പിൽ അദ്ദേഹം ചില കുറ്റകൃത്യങ്ങൾക്ക് ലോകത്തെ പഠിപ്പിക്കുന്ന, തന്റെ കയ്യിൽ പിടിച്ച വേദത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു നിയമത്തെ പെടുന്നനെ പറഞ്ഞു കൊടുത്തിട്ട് തന്റെ ഉത്തരവാദിത്തം നിർവഹിക്കുന്ന ഒരു പ്രവാചകനെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതിൽ വെള്ളം ചേർക്കാതെ, അല്ലെങ്കിൽ അതിൽ ഒരു സംശയലേശമന്യേ പെടുന്നനെ തന്നെ തന്റെ കയ്യിലുള്ള നിയമപുസ്തകത്തെ മുമ്പിൽ വെച്ചുകൊണ്ട് ആ ഒരു പ്രവൃത്തിയെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രവാചകന്റെ ധൃതി പിടിച്ചുള്ള പിന്നെ മാനസികാവസ്ഥയെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഏതായാലും അതോടൊപ്പം തന്നെ താൻ ആരെ കൂടെയാണ് നടക്കുന്നതെന്നും താൻ എന്തിന്റെ കൊണ്ട് ആ വ്യക്തിയോടൊപ്പം വളരെ വിനയപൂർവ്വം നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇമാം ഷാറാവി ഇവിടെ വിശദീകരിക്കുന്ന ഒരു സംഗതിയുണ്ട്. ഒരിക്കലും യോജിക്കാത്ത രണ്ട് വിജ്ഞാനങ്ങളാണ്, രണ്ട് വിജ്ഞാനങ്ങളെ പേർന്നവരാണ് ഇവിടെ ഒരുമിച്ചിരിക്കുന്നത്. ഒരിക്കലും യോജിക്കാത്ത, പക്ഷെ അവിടെ എത്ര മാന്യമായിട്ടാണ് ഇരുവരും പെടുന്നനെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുന്നതും, രണ്ടുപേരും വിനയപൂർവ്വം സംസാരിക്കുന്നതും, അങ്ങോട്ടും ഇങ്ങോട്ടും തിരുത്താൻ ഒരാളുടെ ക്ഷമയും ചെയ്യുന്നു. പക്ഷെ അവിടെ പരസ്പരം ബഹുമാന സ്നേഹവും പരസ്പരം കാരുണ്യത്തെ അവര് എങ്ങനെയാണ് ഒരു വിഷയത്തിലുള്ള ഇന്നത്തെ അവരുടെ നിലപാടുകൾ എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം പരസ്പരം കുഫ്ർ ചാർത്തുകയും ഷിർക്ക് ചാർത്തുകയും അങ്ങനെ അവർക്കിടയിൽ തന്നെ സംഘർഷങ്ങളും സങ്കീർണതകളും സൃഷ്ടിക്കുന്ന ഒരു സമൂഹം, ഒരിക്കലും യോജിക്കാത്ത രണ്ട് ഇൽമിന്റെ മേഖലയിലുള്ള, രണ്ട് ജ്ഞാന മേഖലയിലുള്ള ആളുകളുടെ സംഭാഷണം, അവരുടെ സഹവാസവും അവരുടെ പരസ്പരം സംസാരത്തിൽ സ്വീകരിക്കുന്ന ശൈലികളും അവര് സ്വയം മനസ്സിലാക്കി അതുപോലെ പരസ്പരം ബഹുമാനവും പരസ്പരം സ്നേഹവും പുലർത്തേണ്ടതുണ്ട് എന്ന് ഇമാം ഷാറാബി വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അപ്പൊ ഏതായാലും ഇവിടെ ഇസ്ലാം അവസാനമായി ഖിളിറിന് മാപ്പണം നടത്തുകയാണ്. ഖാല ഇൻ സഅൽതുക അൻ ശൈഇൻ, ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ എന്തെങ്കിലും അങ്ങയോട് ചോദിക്കുകയാണെങ്കിൽ ബഅദഹ ഫലാ തുസാഹിബിനി, അങ്ങയോടൊപ്പം എന്നെ കൂട്ടേണ്ടതില്ല. കാരണം ഖദ് ബലഗ്ത മിൻ ലദുന്നി ഉദ്റ, എന്നിൽ നിന്ന് ന്യായമായ എന്നെ ഒഴിവാക്കാൻ പറ്റിയ എല്ലാ കാരണങ്ങളും അങ്ങേക്ക് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, റഹിമൻ അല്ലാഹ്, അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. കൂടി ഏതായാലും മൂസാ നബിക്ക് ക്ഷമി പറ്റിയില്ല. അപ്പോ ഇനി തന്നെ ഒഴിവാക്കിക്കോളൂ എന്ന രൂപത്തിലുള്ള വാക്കുകൾ മൂസാ നബി ഇനി പ്രയോഗിച്ചു കഴിഞ്ഞു. ആ വിനയാന്വിതനായ അധ്യാപകനും വിനയമുള്ള ശിഷ്യനും തമ്മിലുള്ള വേർപിരിയൽ ഇനി അടുത്ത ഒരു ഘട്ടത്തിൽ നടക്കുകയാണ്. അള്ളാഹു പറയാണ് ഫൻ തലഖ, അങ്ങനെ അവർ രണ്ടുപേരും പുറപ്പെട്ടു. ഹത്താ ഇദാ അത്തയാ അഹ്ല ഖറിയത്തിൻ, വാസികളുടെ അരികിലെത്തി. ഇസ്തതഅമ അഹ്ലഹ, ആ നാട്ടിൻ പുറത്തുകാരോട് അവര് ഭക്ഷണം ചോദിച്ചു. ഫഅബൗ അൻ യുളയ്യിഫൂഹുമ, ഇരുവരെയും സൽക്കരിക്കാൻ അവര് വിസമ്മതിച്ചു. ഫവജദാ ഫീഹാ ജിദാറൻ, അങ്ങനെ അവിടെ ഒരു മതില്, ഒരു ചുമര് കണ്ടു. യുരീദു അൻ യൻഖല്ല, അത് പൊളിയാൻ, ചെരിഞ്ഞു വീഴാൻ അടുത്തിരിക്കുന്ന ഒരു മതില് അവർ കണ്ടു. ഫഅഖാമഹു, ഖിളിർ നബി അത് ശരിപ്പെടുത്താൻ തുടങ്ങി. ഉടനെ തന്നെ ഖാല, മൂസാ നബി പറഞ്ഞു, ലൗ ശിഅ്ത, അങ്ങ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ലത്തഖത അലൈഹി അജറ, നമുക്ക് വല്ല പ്രതിഫലവും അവരിൽ നിന്ന് വാങ്ങാമായിരുന്നല്ലോ എന്ന്.
ഉടനെ ഖിളിർ നബി പറഞ്ഞു, ഖാല ഹാദാ ഫിറാഖു ബൈനി വ ബൈനി, ഇതോടുകൂടി നമുക്കിടയിലുള്ള വേർപിരിയൽ സമയം ആസന്നമായിരിക്കുന്നു. സഉനബ്ബിഉക ബിത്തഅ്വീലി മാ ലം തസ്തി അലൈഹി സബ്റ, അങ്ങേക്ക് ക്ഷമിക്കാൻ കഴിയാതിരുന്ന ആ വിഷയങ്ങളെ കുറിച്ചുള്ള സത്യസന്ധമായ അറിവ് അങ്ങേക്ക് നാം പറഞ്ഞു തരാം എന്ന് മൂസാ നബി പറഞ്ഞുകൊണ്ട് പിന്നീട് അതോടുകൂടി ഇരുവരും തമ്മിലുള്ള ഒരു പ്രത്യേക വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള യാത്ര അവസാനിക്കുന്നു എന്ന് ഖിളിർ നബി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ഇവിടെ ഈ മൂന്നാമത്തെ ഖിളിർ നബിയുടെ ചില ക്രിയകളെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ഇവിടെ ഉപയോഗിച്ച കുറെ വാക്കുകൾക്കുള്ളിലുള്ള ചില ബന്ധങ്ങൾ നമുക്ക് ചില വേറിട്ട അനുഭവങ്ങൾ നമുക്ക് പകർന്നു നൽകുന്നുണ്ട്. അതെങ്ങനെയാണ്? ഫൻതലഖ, ഇവർ രണ്ടുപേരും പുറപ്പെട്ടു. ഹത്താ ഇദാ അഹ്ല ഖറിയത്തിൻ, ഇവിടെ അഹ്ലി എന്നുള്ളത് 2 തവണ ഇവിടെ ഉപയോഗിച്ചതായിട്ട് കാണാൻ പറ്റും അല്ലേ? എന്താണ്? നോക്കിയാട്ടെ. ഹത്താ ഇദാ അത്തയാ അഹ്ല ഖറിയത്തിൻ ഇസ്തതഅമാ അഹ്ലഹ, വീണ്ടും അവിടെ പിന്നെ അഹ്ലഹ എന്ന് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അവിടെ ശരിക്കും ഒരു ലമീർ ഉപയോഗിച്ചുകൊണ്ട് അതിലേക്ക് ഉദാഹരണമായിട്ട് പിന്നെ എങ്ങനെ കൊണ്ട് പറയുന്ന ഒരു ഇടത്ത് വീണ്ടും ലമീറിനെ കൊണ്ടുവരാതെ അഹ്ലഹ എന്ന് തന്നെ പിന്നെ അള്ളാഹു ഉപയോഗിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഉപയോഗിച്ചത് എന്നാണ്. അപ്പോ ആ ലമീർ കൊണ്ടുവരികയാണെങ്കിൽ ഇസ്തതഅമൂഹും, അവരോട് അങ്ങനെ പറയാമായിരുന്നു. ഇസ്തതഅമ അഹ്ലഹ എന്ന് പറയുന്നതിന് പകരം പിന്നെ ഇസ്തതഅമൂഹും, അവരോട് എന്താക്കി? ഭക്ഷണം യാചിച്ചു അല്ലെങ്കിൽ ചോദിച്ചു എന്ന് പറയാമായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു ലമീറിനെ ഉപയോഗിക്കാതെ അള്ളാഹു ഇവിടെ ഹത്താ ഇദാ അത്തയാ അഹ്ല ഖറിയത്തിൻ ഇസ്തതഅമ അഹ്ലഹ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ആ അഹ്ൽ എന്ന വാക്കിനെ ഇവിടെ ആവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വിഷയം, ഇവിടെ മൂസാ നബിയും ഖിളിർ നബിയും ഈ പട്ടണത്തിലെത്തുകയും ആ കുഗ്രാമത്തിലെത്തുകയും അവിടെയുള്ള ഓരോ വീടുകളിലും കയറിയിട്ട് ഇവർക്ക് വിശപ്പ് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് ഭക്ഷണം ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് ഇവിടെ ഈ ഒരു എടുത്തുദ്ധരിക്കുന്നതിലൂടെ അള്ളാഹു നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് എന്നാണ് ഇമാം ഷഅറാവി പറയുന്നത്. ഹത്താ ഇദാ അത്തയാ അഹ്ല ഖറിയത്തിൻ ഇസ്തതഅമ അഹ്ലഹ, ഓരോരുത്തരോടും പോയി ചോദിച്ചു എന്നാ. പക്ഷേ ആ പിശുക്കന്മാരായ ആ സമൂഹം, ആ ഗ്രാമവാസികൾ അവരെ സൽക്കരിച്ചില്ല. ഇനി ഇവിടെ വേറൊരു ശ്രദ്ധേയമായ ഒരു പ്രയോഗം കൂടി അള്ളാഹു നടത്തുന്നുണ്ട്. എന്താണ്? അബൗ അൻ യുദയ്യിഫൂഹുമ എന്നാണ് അള്ളാഹു ഉപയോഗിച്ചത്. ഇവിടെ പിന്നെ 2 വിഷയങ്ങളെ അള്ളാഹു ചേർത്ത് വെക്കുന്നുണ്ട്. ഒന്നെന്താണ്? ഒന്ന് പിന്നെ ഇത്ആമ്, മറ്റൊന്ന് ളിയാഫത്ത്. ഇത്ആമ് എന്ന് പറഞ്ഞാൽ ഒരു ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ അള്ളാഹു പറയുന്നത് അബൗ അൻ യുദയ്യിഫൂഹുമ എന്നാണ്. അപ്പൊ ഒരു പിന്നെ ഒരു ആതിഥ്യ മര്യാദ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഈ സമൂഹം നടത്തിയില്ല എന്നാണ്. ഒരു ഭക്ഷണം കൊടുക്കുക എന്നുള്ളതല്ല, അതിനപ്പുറം ഒരു വ്യക്തികൾ കയറി വരുമ്പോൾ, തങ്ങളുടെ നാട്ടിലില്ലാത്ത വ്യക്തികളെ കാണുമ്പോൾ ആ വ്യക്തികളോട് സ്വീകരിക്കേണ്ട, ആ നിവാസികൾ സ്വീകരിക്കേണ്ട സാമാന്യ മര്യാദ ഉണ്ട്. എന്താണ്? അവരെ സ്വീകരിക്കുക, അവരെ ഇരുത്തുക, അവരോട് നല്ല വർത്തമാനങ്ങൾ പറയുക. ഒരു അതിഥി വന്നാൽ അങ്ങനെയാണല്ലോ. അതുകൊണ്ടാണ് അള്ളാഹു ഇവിടെ പിന്നെ എന്താണ് യുതഇമൂഹുമ എന്ന് പറയുന്നതിന് പകരം അബൗ അൻ യുദയ്യിഫൂഹുമ എന്ന് അള്ളാഹു പറഞ്ഞത്. നമുക്ക് ഇതിൽ കുറെ പാഠങ്ങളുണ്ട്. ഒരു മനുഷ്യന് കൊടുക്കുക എന്നുള്ളതിനപ്പുറം ഒരു മനുഷ്യനെ മാന്യമായി സ്വീകരിക്കണം എന്നുള്ള ഒരു ഒരു ശൈലി ഒരു സമൂഹം സ്വീകരിക്കേണ്ടതുണ്ട് എന്നാ. പണ്ട് നമുക്കറിയാം, നമ്മുടെ നാടുകളിലെല്ലാം ഒരു മഹലില് പിന്നെ ഒരാൾ വന്നു കഴിഞ്ഞാല് അല്ലെ, നമ്മളെ മസ്ജിദിൽ കണ്ടു കഴിഞ്ഞാല് അയാളെ നമ്മൾ കൂട്ടിക്കൊണ്ടുപോയി, അല്ലെങ്കിൽ നാട്ടിൽ കണ്ടു കഴിഞ്ഞാൽ അറിയാത്ത ആൾക്കാരാണെങ്കിൽ അവരോട് നല്ലപോലെ സംസാരിച്ച് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ട് അവരെ നന്നായി സൽക്കരിക്കുന്ന, ഇതുപോലെ പിന്നെ അള്ളാഹു ഉപയോഗിച്ചതുപോലെ അവർക്ക് ഈ നല്ല പിന്നെ ആതിഥ്യ മര്യാദ കാണിക്കുന്ന
ഒരു സമൂഹം നമ്മളെ നാട്ടിൽ നമ്മളെ ഉപ്പമാര് ഉമ്മമാര് പഴയ ആളുകളിലും സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മളിലും ഈ പിന്നെ വെള്ളിയാഴ്ചകളിലും ഏതേലും മഹല്ലുകളിൽ പോയി കഴിഞ്ഞാല് ഒരു പുതിയ ആളുകളെ കണ്ടു കഴിഞ്ഞാല് ഓല് ചോദിക്കും, അല്ലെ നിങ്ങൾ എവിടുന്നാ വന്നത്, എന്താണ് നിങ്ങളെ വിഷയങ്ങള്, ഇവര് ഭക്ഷണം കഴിച്ചിട്ട് പോവാം എന്നെല്ലാം പറഞ്ഞ് അങ്ങനെ സ്വീകരിക്കുന്ന, വളരെ മാന്യമായി സംസാരിച്ച് ഹൃദ്യമായി ഇടപെട്ട് ആളുകളെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു ശൈലിയിൽ നമ്മളെ നാട്ടില് പണ്ടുണ്ടായിട്ടുണ്ട്. ഇവിടെ കുറെ വിഷയങ്ങള് അൽഹംദുലില്ലാ ഈ മൂന്നാമത്തെ സംഗതിയില് നടക്കുന്നുണ്ട് കേട്ടോ. രസകരമായ, അതോടൊപ്പം തന്നെ ചിന്താർഹമായ കുറെ വിഷയങ്ങൾ ഇതിന്റെ ഉള്ളിലുണ്ട്. ഇതിൽ ഒന്നാമത്തത് നമ്മൾ പറഞ്ഞതുപോലെ അഹ്ലി എന്ന വാക്കിനെ 2 തവണ ആവർത്തിച്ച് ലമീറിന് പകരം അഹ്ലി എന്ന വാക്കിനെ തന്നെ കൊണ്ടുവന്ന് എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോ ആ നാട്ടിലെ എല്ലാ ഓരോ വീടിന് മുമ്പിലും പോയി ഈ 2 വ്യക്തികൾ, മഹാന്മാരായ 2 വ്യക്തികൾ അവരോട് ഭക്ഷണം ആവശ്യപ്പെടുകയും എന്നാൽ അവരെ സ്വീകരിക്കാൻ, അവരെ മാന്യമായി സ്വീകരിക്കുവാനോ അവരോട് നല്ല വാക്ക് പറയുവാനോ അതിഥികൾ എന്നുള്ള നിലക്ക് അവരോട് പെരുമാറുവാനോ ഈ നാട്ടുകാർക്ക് സാധിച്ചില്ല. അതാണ് ഒന്നാമത്തെ വിഷയം. പിന്നെ ഇവിടെ വളരെ ശ്രദ്ധേയമായ ഒരു സംഗതി അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഫവജദ ഫീഹ ജിദാറൻ യുരീദു അൻ യൻഖല്ല. അപ്പൊ യുരീദു എന്ന വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് അത് കരുതി അല്ലെങ്കിൽ അത് ഉദ്ദേശിച്ചു, അൻ യൻഖല്ല, അങ്ങ് പൊളിഞ്ഞു വീഴാൻ. അപ്പോ യുരീദു എന്നുള്ള വാക്ക് ശരിക്കും ഒരു പിന്നെ ബുദ്ധിയുള്ള ഒരു വസ്തുവുമായിട്ടെല്ലാം ചേർത്ത് പറയുന്ന ഒരു പ്രയോഗമാണ്. പക്ഷെ അത് ഇവിടെ അള്ളാഹു ഒരു ചുമരുമായി വീഴാൻ പോകുന്ന ഒരു ചുമര് ഉദ്ദേശിച്ചു എന്ന രൂപത്തില് അതിനോട് ആ ഒരു വാക്കിനെ ചേർത്ത് പറയാൻ. അപ്പൊ എന്താണ് അതിന്റെ ഉള്ളിലുള്ള ഒരു, ഇതുപോലെ തന്നെ ഈ 2 ജ്ഞാനികൾ തമ്മിലുള്ള വ്യത്യസ്ത മേഖലയിൽ നിൽക്കുന്ന 2 മഹാവ്യക്തികൾ തമ്മിലുള്ള സംഭാഷണ മധ്യേ അങ്ങനെ ഒരു വാക്ക് അള്ളാഹു ഉപയോഗിച്ചത്, അതിലും ഇത്തരത്തിലുള്ള ഒരു മഹാവിജ്ഞാനം അള്ളാഹു നമുക്ക് മുമ്പിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ്. യുരീദു എന്നൊരൊറ്റ വാക്കിന്റെ ഉള്ളിൽ, അല്ലെങ്കിൽ കറുബ എന്ന വാക്ക് അവിടെ ചേർത്ത് പറഞ്ഞാൽ മതി. ആ കാരണം പിന്നെ പൊതുവെ പറയല് മുഫസ്സിരിങ്ങൾ ഇതിനെ വിശദീകരിക്കുന്നിടത്ത് പറയുന്നുണ്ട്, അൽ ഇറാദത്തു ലാ തകൂനു ഇല്ലാ ലിൽ മുഫക്കിരിൽ ആഖിലി. ഒരു ബുദ്ധിയുള്ള ചിന്തയുള്ള ഒരു വ്യക്തിയുമായിട്ടാണ് ഇറാറത്ത് എന്ന വാക്കിനെ ചേർത്ത് പറയുക. എന്നാല് വൈറ് ആക്കിലായ സാധനത്തിന് ഇവിടെ ശരിക്കും പിന്നെ ഉപയോഗിക്കേണ്ടത് കറുബ അയ്യങ്കല്ല എന്നാണ്. അത് പൊളിഞ്ഞു വീഴാൻ അടുത്തായിരുന്നു എന്നാണ് അവിടെ ഉദ്ധരിക്കേണ്ടിയിരുന്നത്, പറയേണ്ടിയിരുന്നത്. എന്നാൽ ഇവിടെ അള്ളാഹു ഉപയോഗിക്കുന്നത് എന്താണ്? അത് തന്നെ സ്വയം പിന്നെ വീഴാൻ പിന്നെ കരുതി നിൽക്കുന്ന ഒരു ചുമര് എന്ന രൂപത്തിലാണ് ആ വാക്കിനെ അള്ളാഹു ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഈ ചുമര് തന്നെ അങ്ങനെ ഉദ്ദേശിക്കുന്ന ഒരവസ്ഥാവിശേഷത്തെ അള്ളാഹു എടുത്തു പറയുന്നത് സാധാ മനുഷ്യരിൽ നിന്നും, നമ്മെ പോലെയുള്ള മനുഷ്യരിൽ നിന്നും വ്യത്യസ്തമായി പ്രവാചകത്വവും അതുപോലെ തന്നെ ലതുന്നിയായ ഇൽമും പേറുന്ന 2 വ്യക്തികൾ അവരുടെ ലോകവുമായി ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ വാക്കിന് അള്ളാഹു ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചത്തിലെ മനുഷ്യേതര ജീവജാലങ്ങൾക്കിടയിലെ സംഭാഷണങ്ങളെ, അവരുടെ ജീവിത പൊരുളുകളെയെല്ലാം തന്നെ സംസാരിക്കുന്നത് അറിയുന്ന, അത് കേൾക്കാൻ അള്ളാഹു അവസരം നൽകിയ, അതിനെക്കുറിച്ച് അറിയുന്ന 2 വ്യക്തികളാണ് മുമ്പിൽ നിൽക്കുന്നത്. ആ വ്യക്തികളുമായി ചേർത്ത് പറയുമ്പോൾ, ഒരു വിഷയത്തെ ചേർത്ത് പറയുമ്പോൾ ഭൂരിപക്ഷ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതാവസ്ഥയിൽ നിന്നും മാറി നിന്നുകൊണ്ട് അവിടെ അള്ളാഹു വാക്കിനെ ഉപയോഗിക്കുകയാണ്. അപ്പോ ഈ ചുമര് തന്നെ സംസാരിക്കുന്നുണ്ട്. ഈ ചുമരുകൾ, ആ ഓരോ കല്ലുകളും പരസ്പരം അതിന്റെ നിലവിലുള്ള അവസ്ഥാവിശേഷത്തെ കുറിച്ച് പറയുന്നുണ്ട്. അത്തരത്തിലുള്ള അവസ്ഥയെ ബോധ്യപ്പെടുന്ന 2 വ്യക്തികളാണ് മുമ്പിൽ നിൽക്കുന്നത്.
അല്ലെങ്കിൽ അത്തരം വസ്തുക്കൾ സംസാരിക്കുന്നത് കേൾക്കുന്ന, അതിന്റെ വികാര വിചാരങ്ങളെ അറിയുന്ന ഒരു അവസ്ഥാവിശേഷമുള്ള രണ്ട് വ്യക്തികൾ അവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ആ അറിവിന്റെ, ഇൽമിന്റെ, ആ ബോധത്തിന്റെ ആ അവസ്ഥയുമായി ചേർത്ത് വെച്ചുകൊണ്ട് ഒരു ചുമരിന്റെ സംവാദത്തെ, പരസ്പരമുള്ള ഒരു സംസാരത്തെ അള്ളാഹു ഇവിടെ എടുത്തു കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഖുറാനിലേക്ക് പോയി കഴിഞ്ഞാല് നല്ല മനുഷ്യരുടെ മരണത്തെ കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹു പറയുന്നുണ്ട്, ഫമാ ബക്കത്ത് അലൈഹിമുസ് സമാഉ വൽ അർദു. അവർക്ക് പിന്നെ നല്ല മനുഷ്യർ മരിച്ചു കഴിഞ്ഞാല് അവർക്ക് വേണ്ടി ആകാശഭൂമികൾ കരയുമെന്നാണ്. എന്നാൽ ക്രൂരന്മാരായ ആളുകൾ മരിച്ചു കഴിയുന്നതിനെ വിഷയത്തെ കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹു പറയുന്നുണ്ട്, ഫമാ ബക്കത്ത് അലൈഹിമുസ് സമാഉ വൽ അർദു. അവർക്ക് വാനമോ ഭൂമിയോ അവരുടെ വിഷയത്തിൽ കരഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് ആലങ്കാരികമായ പ്രയോഗമാണോ? അല്ല, അങ്ങനെയുണ്ട് എന്നാണ്. അങ്ങനെയുണ്ട്. കാരണം അതിന്റെ ഒരു ഇഹ്സാസ്, അതിന്റെ അവാത്തിഫ്, അതിന്റെ പിന്നെ അതിന്റെ ഷുഊറിനെ എല്ലാം തന്നെ അത് രേഖപ്പെടുത്തുന്നുണ്ട്. ഓരോ വസ്തുക്കളും രേഖപ്പെടുത്തുന്നുണ്ട് എന്നാണ്. എല്ലാം ജീവജാലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാം ഓരോ സമൂഹമാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ആ മനുഷ്യരെ പോലെ തന്നെ എല്ലാം ഓരോ സമൂഹങ്ങളാണ്. അവർക്കിടയിൽ അവരുടേതായിരിക്കുന്ന എല്ലാ ജീവിത പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സംവാദങ്ങൾ നടക്കുന്നുണ്ട്. അവരെ പരസ്പരമുള്ള വികാര വിചാരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അറിയുന്നതിനപ്പുറം ഈ പ്രപഞ്ചത്തിലെ ഓരോന്നും സംസാരിക്കുകയും അവരുടെ ജീവിത വിഷയങ്ങളെ അവർ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അഗോചരമായ വസ്തുക്കൾ, അതും ഇത്തരത്തിലുള്ള അവരുടെ സംസാരങ്ങൾ നടത്തുന്നുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് അലി റളിയല്ലാഹുവിനോട് ചോദിക്കുന്ന ഒരു വിഷയം ഉദ്ധരിക്കുന്നുണ്ട് ഇമാം ഷഅറാബി. ഈ പിന്നെ വിഷയം പറഞ്ഞു പോകുന്നിടത്ത് അത് കൊണ്ടുവരുന്നുണ്ട് അദ്ദേഹം. ഇമാമു അലിയിൻ, അലി റളിയല്ലാഹുവിനോട് ഈ വിഷയത്തിൽ ചോദിച്ചു, അനാദിഹിൽ മസ്അല, ഈ വസ്തുക്കൾ ഇങ്ങനെയുള്ള അള്ളാഹുവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഈ വസ്തുക്കളെല്ലാം തന്നെ സംസാരിക്കുന്നുണ്ടല്ലോ, ആ വിഷയത്തെ കുറിച്ച് അങ്ങെന്താണ് പറയുന്നത് എന്ന് അദ്ദേഹം പറയുന്നത്, നഅം, അതെ, അങ്ങനെ തന്നെയാണ് വിഷയങ്ങള്. ഇദാ മാതൽ മുഅ്മിനു, ഒരു മുഅ്മിന് മരിച്ചു കഴിഞ്ഞാല്, ബകാ അലൈഹി അലൈഹി മൗദിആനി, രണ്ട് സ്ഥലങ്ങൾ അയാൾക്ക് വേണ്ടി കരയുന്നതാണ്. ഒന്ന് മൗദിഉം ഫിസ്സമായി, ഒന്ന് വാനലോകത്തുള്ള ഒരു ഇടമാണ്. മറ്റൊന്ന് മൗദിഉം ഫിൽ അർളി, ഭൂമിയിലുള്ള ഇടമാണ്. അമ്മാ മൗദിഉഹു ഫിൽ അർളി, ഇപ്പൊ ഭൂമിയിലുള്ള അദ്ദേഹത്തിന്റെ ഇടം എന്നുള്ളത് മൗദിഉ മുസല്ലാഹു, അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ഇടമാണ്. അല്ലെങ്കിൽ അയാൾ നെറ്റിവെക്കുന്ന, അയാൾ പിന്നെ മുട്ടുകുത്തുന്ന, നെറ്റിവെക്കുന്ന, അയാൾ കൈവെക്കുന്ന ഒരു പ്രത്യേക ഇടം ഉണ്ടാവുമല്ലോ, ആ ഇടം ആ മനുഷ്യന്റെ സുജൂദ് ചെയ്യുന്ന ആ മനുഷ്യന്റെ വിയോഗത്തോടു കൂടി കരയും എന്നാണ്. പിന്നെയോ അമ്മാ മൗദിഉഹു ഫിസ്സമായി, വാനലോകത്തുള്ള അദ്ദേഹത്തിന് വേണ്ടി കരയുന്ന ഇടം, അത് ഫഹുവ മസ്അദുഹു മസ്അദു അമലിഹി, അദ്ദേഹത്തിന്റെ സുഹൃതങ്ങൾ കയറിപ്പോകുന്ന ഇടമാണ് എന്ന് റസൂല പറയുന്നില്ലേ, പിന്നെ നിങ്ങളെ വ്യാഴാഴ്ചകളിൽ നിങ്ങളെ അമലുകൾ അല്ലാഹു ഉയർത്തും എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന് ഓരോരുത്തർക്കും അവരുടെ അമലുകൾ ഉയർന്നു പോകുന്ന, അല്ലെങ്കിൽ ഉയർത്തുന്ന പ്രത്യേക ഇടങ്ങളുണ്ട്. ആ ഇടങ്ങൾ അവന്റെ മരണത്തോടു കൂടി കരയുമെന്നാണ്. അതാണ് ഈ ആയത്തിന്റെ ഫമാബക്കത്ത് അലൈഹി മുസ്സമാഉ വൽ അർളു എന്ന് പറയുന്ന ആ വിഷയവുമായി ബന്ധപ്പെട്ട് അലി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പിന്നെ ഇവിടെ വേറൊരു വിഷയം ഉണ്ട് കേട്ടോ. ഒരു സത്യവിശ്വാസി എങ്ങനെയാണ് പ്രപഞ്ചവുമായിട്ട്, ഓരോ വസ്തുക്കളുമായിട്ട് അയാള് പിന്നെ ഐക്യപ്പെട്ട് കഴിയുന്നത് എന്ന ഒരു വിഷയം ഇതിന്റെ ഉള്ളിലുണ്ട് എന്ന് ഇമാം ഷാറാവി വിശദീകരിക്കുന്നുണ്ട്. നമുക്കറിയാലോ, ഇപ്പൊ പിന്നെ സൂറത്ത് ഇസ്രാഈലിലും പിന്നെ അതുപോലെയുള്ള ചില സൂറത്തിലെല്ലാം തന്നെ ഈ പ്രപഞ്ചത്തിലെ ജീവജാലങ്ങൾ തമ്മിലുള്ള പിന്നെ സംസാരങ്ങളെ കുറിച്ച്, അവരെങ്ങനെയാണ് അള്ളാഹുവിന്റെ തസ്ബീഹും തഹ്ലീലും ചൊല്ലുന്നതിനെ കുറിച്ചെല്ലാം വിശുദ്ധ ഖുർആന് പറഞ്ഞു പോകുന്നുണ്ട്. അല്ലെ, തുസബ്ബിഹു സമാവാതു സബ്ഉ വൽ അർളു, 7 വാനലോകങ്ങളും അതുപോലെ തന്നെ ഭൂമിയും അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. അല്ലെ, വമൻ ഫീഹിന്ന, ആ വാനലോകത്തും ഭൂമിയിലുമുള്ള ഓരോന്നും ചൊല്ലുന്നുണ്ട് എന്നാണ്. അപ്പൊ അത് ഒരു ആലങ്കാരിക പ്രയോഗമല്ല. അവകളെല്ലാം തന്നെ, അത് കല്ലാവട്ടെ,
അത് ജീവനില്ലാത്ത വസ്തുക്കളാവട്ടെ, നമ്മുടെ ദൃഷ്ടിയിലിട്ടോ, മനുഷ്യ ദൃഷ്ടിയിൽ ജീവനില്ലാത്ത വസ്തുക്കളാവട്ടെ, അല്ലെങ്കിൽ ജീവൻ തുടിക്കുന്ന വസ്തുക്കളാവട്ടെ, വമൻ ഫീഹിന്ന, അതിനുള്ളിലുള്ള ഓരോന്നും അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. എന്നിട്ട് അള്ളാഹു പറയാണ് അള്ളാഹുവിന് തസ്ബീഹ് ചെല്ലാത്ത, അള്ളാഹുവിനെ സ്തുതിക്കാത്തതായിട്ട് ആ വാനഭൂമികളിൽ ഒരിടത്തുമില്ല. വലാകില്ല തഫ്ഖഹൂന തസ്ബീഹും, പക്ഷേ മനുഷ്യരെ അവ എങ്ങനെയാണ് തസ്ബീഹ് ചെല്ലുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാത്ത വിഷയമേ ഉള്ളൂ. നിങ്ങൾക്ക് അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവകളെല്ലാം തന്നെ തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. തസ്ബീഹ് ചൊല്ലുന്നുവെങ്കിൽ അവർക്കിടയിൽ സംസാരങ്ങളും അവർക്കിടയിലുള്ള പങ്കുവെക്കലുകളും എല്ലാം തന്നെ നടക്കുകയും ചെയ്യുന്നുണ്ടാവുമല്ലോ. ലാ തഫ്ഖഹൂന തസ്ബീഹും ഇന്നഹു കാന ഹലീമൻ ഗഫൂറ. അള്ളാഹു ഏറെ ക്ഷമാശീലനും അള്ളാഹു ഏറെ മാപ്പ് കൊടുക്കുന്നവനുമാണ്. അപ്പോ ഈ പ്രപഞ്ചത്തിലെ ഓരോന്നും ഇതുപോലെ സംഭവിക്കുന്നുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ രണ്ട് വ്യക്തികൾ ഇത്തരത്തിലുള്ള പിന്നെ സംഗതികൾ അറിയുന്ന രണ്ട് വ്യക്തികള് നിൽക്കുന്ന ഇടത്തിലുള്ള ഒരു വസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ജീവിതാവസ്ഥയെ, അവരുടെ ഇൽമിന്റെ ഒരു മൂർത്തമായ അവരുടെ ഒരു അവസ്ഥാവിശേഷത്തെ പരിഗണിച്ചുകൊണ്ട് ആ ചുമരിന്റെ വിഷയത്തിൽ പോലും അത് സംസാരിക്കുന്ന, പരസ്പരം സംസാരിക്കുന്ന, അത് വീഴാൻ പോകുന്ന ഒരു അവസ്ഥയെ കുറിച്ച്, അതിന്റെ രോദനം പങ്കുവെക്കുന്നതിനെ കുറിച്ചുള്ള ഒരു പങ്കുവെക്കുന്നു എന്ന രൂപത്തിലുള്ള ഒരു ശൈലിയാണ് അള്ളാഹു ഇവിടെ എടുത്തു കാണിക്കുന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ടല്ലോ, ഇന്നീല അഖരിഫു ഹജറൻ ബിമക്കത്ത, മക്കയിൽ ചില കല്ലുകളെ കുറിച്ച് എനിക്കറിയാം. കാന യുസല്ലിമു അലയ്യ, അത് എന്നോട് സലാം പറയുമായിരുന്നു. ഖബല അൻ ബഅസനില്ല, അള്ളാഹു എന്നെ പ്രവാചകരാക്കുന്നതിന് മുമ്പ് തന്നെ എന്നോട് കല്ലുകൾ സലാം പറയുമായിരുന്നു എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ശ്രദ്ധേയമായ വചനം നമുക്ക് കാണാൻ പറ്റും. അല്ലെ, മിമ്പറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുന്ന ഒരു ഈത്തപ്പനയുടെ തടി റസൂലുള്ളാഹിനോട് സംസാരിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. റസൂലുള്ള പറയുന്നുണ്ട്, അല്ലെ, അതിന്റെ വേദന, ആ പ്രവാചകൻ അതിനോട് അകന്നു പോയതിലുള്ള അതിന്റെ വേദന രേഖപ്പെടുത്തുന്ന സംഭവങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോ ഓരോന്നും ഒരു നമ്മൾ മുറിച്ച് അതിന്റെ നമ്മുടെ ദൃഷ്ടിയിൽ അതിന്റെ പച്ചപ്പ് നഷ്ടപ്പെട്ടു പോയ, ഉണങ്ങിപ്പോയ ഒരു തടി പോലും സംസാരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഒരു സത്യവിശ്വാസി ഈ പ്രപഞ്ചവുമായിട്ട് അഗാധമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. കാരണം ഈ പ്രപഞ്ചത്തിലുള്ള ഓരോന്നും മനോഹരമായിട്ട് സംവദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, അത് താളം പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അതിന്റെ ജീവിത വിഷയങ്ങളെ പരസ്പരം പങ്കുവെക്കുന്നുണ്ട്. അതെല്ലാം തന്നെ തസ്ബീഹ് ചൊല്ലിയും തഹ്ലീൽ ചൊല്ലിയും അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒരിക്കലും വിട്ടുമാറാതെ അതിന്റെ സൃഷ്ടാവിന് ദിനേന ഓരോ സമയങ്ങളിലും നന്ദി പ്രകാശിപ്പിച്ചും നന്ദി രേഖപ്പെടുത്തിയും അത് അതിന്റെ നാഥനെ സ്തുതിച്ചുകൊണ്ട് അത് താളം പിടിക്കുന്നുണ്ട്. അതുപോലെ മനുഷ്യനും അവന്റെ സഞ്ചാരപാതയിൽ ഈ പ്രപഞ്ചത്തിലേക്ക് സൂക്ഷ്മമായി നോക്കിക്കൊണ്ട് ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവിന്റെ പിറകിലുമുള്ള അതിന്റെ നിർമ്മാതാവിനെ കുറിച്ച് അഗാധമായി ചിന്തിച്ചുകൊണ്ട് ആ മഹാസത്യത്തിന്റെ, മഹാനാഥന്റെ അളമത്തിനെ ബോധ്യപ്പെട്ട് അവനും തസ്ബീഹും തഹ്ലീലും ചൊല്ലിക്കൊണ്ട് ജീവിതത്തെ താളാത്മകമാക്കണം എന്ന് അള്ളാഹുവിന്റെ ഉള്ളിലൂടെ പറയുന്നുണ്ട് എന്നാണ്. പ്രപഞ്ചവുമായി ലയിച്ചു നിന്നുകൊണ്ട്, ഓരോ വസ്തുക്കളുമായി ചേർന്ന് നിന്നുകൊണ്ട് അവയെല്ലാം എങ്ങനെയാണോ അതിന്റെ നാഥന്റെ സ്തുതിഗീതങ്ങൾ ഓതിക്കൊണ്ടിരിക്കുന്നത്, അതുപോലെ വിനയാന്യതരായി സ്തുതിഗീതങ്ങൾ ഓതിക്കൊണ്ട് ഇവയോടൊപ്പം ചേർന്ന് പോകണമെന്ന ഒരു ലയത്തിലുള്ള വർത്തമാനം അള്ളാഹു ഇവിടെ മനുഷ്യനോട് പറഞ്ഞു പോകുന്നുണ്ട് എന്ന് ഇമാം ഷഅറാബി പറയുന്നുണ്ട്. ഏതായാലും ഇൻഷാ അല്ലാഹ് സമയം അവസാനിച്ചു എന്ന് തോന്നാണ്, അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മളെ എല്ലാം തന്നെ അറിവുള്ളവരിൽ, നല്ല ജ്ഞാനമുള്ളവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. നമ്മളിൽ വന്നു പോയ പിഴവുകൾ അള്ളാഹു പുറത്തു മാപ്പാക്കട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. നമ്മുടെ ഗുരുവര്യന്മാർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. നല്ല ചിന്തയുള്ള, അള്ളാഹുവിനെ സ്മരിക്കുന്ന, പ്രപഞ്ചവുമായി ലയിച്ചു നിൽക്കുന്ന നല്ല സ്വാലിഹീങ്ങളായ മനുഷ്യരിൽ അള്ളാഹു നമ്മളെല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം.